ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 97 റിവ്യൂ. കരഞ്ഞു തളർന്ന അനുമോൾ. ആദില തന്നെ ചതിച്ചുവെന്ന് പറഞ്ഞ് കരയുന്ന അനുമോൾ. എന്താണ് സത്യം? ഒന്നെങ്കിൽ ആദില അനുമോളെ ചതിച്ചു, അല്ലെങ്കിൽ ആദിലയും അനുമോളും നൂറയും കൂടി പ്ലാൻ ചെയ്തത്. അവസാന നിമിഷം അനുമോളെ തകർത്ത് നൂറയെ ജയിപ്പിക്കാൻ വേണ്ടി ആദില കട്ടപ്പയായി പുറത്തുവിട്ടു. അനുമോൾ പറയുന്നത് തന്റെ ചേച്ചിയുടെ നമ്പർ താൻ കൊടുത്തത് പുറത്തെത്തുമ്പോൾ ചേച്ചിയെ വിളിക്കാനും സംസാരിക്കാനും വേണ്ടി മാത്രമാണെന്നാണ്. ആദിലയുടെ നമ്പർ മേടിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ ആദില പറയുന്ന അക്ബറിനെ നെഗറ്റീവാക്കാൻ വേണ്ടിയാണ് നമ്പർ തന്നതെന്നും ചേച്ചിയെ കോൺടാക്ട് ചെയ്തിട്ട് അനുമോളുടെ PR-മായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അക്ബറിനെ നെഗറ്റീവാക്കാനും നൂറയ്ക്ക് വോട്ട് നേടിക്കൊടുക്കാൻ പറയാനുമാണ്. 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൂറയ്ക്ക് വോട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആദിലയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. ആദില ടിഷ്യൂ പേപ്പർ എഴുതി തന്നത്, ഞാൻ ടിഷ്യൂ പേപ്പർ എഴുതിയത് ആദിലയുടെ കബോർഡിൽ കാണും, അത് നൂറയോട് ചോദിച്ച് എടുത്തു തരുമെന്നൊക്കെ പറയുന്നു അനുമോൾ. ആദില എഴുതി കൊടുത്ത നമ്പർ അനുമോൾ തപ്പിയെടുത്ത് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. നെവിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. നെവിൻ പറയുന്നു ഇതെനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയുന്നു. അനുമോൾ എഴുതി കൊടുത്ത നമ്പർ നൂറയുടെ കയ്യിലുണ്ടെന്ന് നൂറയോട് ചോദിച്ചപ്പോൾ നൂറ പറയുന്നു എനിക്കറിയത്തില്ല, അത് അന്ന് തന്നെ ആദില ടെസ്റ്റ് ബിന്നിൽ കളഞ്ഞു എന്ന് നൂറ. അനുമോളുടെ കരച്ചിൽ നൂറയും കരയുന്നുണ്ടായിരുന്നു. കള്ളക്കരച്ചിലാണോ? ആരുടെയാണ് കള്ളക്കരച്ചിൽ? അതിനിടയ്ക്ക് നൂറ ഒരു ടിഷ്യൂ പേപ്പർ മടക്കിയെടുത്ത് ആരും കാണാതെ പോകുന്നത് കാണാം. ലൈവിൽ വ്യക്തമായി അത് കാണിക്കുന്നുണ്ട്. വളരെയേറെ ഇമോഷണൽ ആകുന്ന അക്ബർ. പുറത്ത് ഇപ്പോൾ തന്നെ അനുമോളുടെ PR എന്നെയും എൻ്റെ കുടുംബത്തെയും നെഗറ്റീവാക്കുകയാണ്. അതുകൂടാതെ അനുമോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പുറത്ത് കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് കരയുന്ന അക്ബർ. ഞാൻ ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന അനുമോൾ. എന്നെ ചതിച്ചാണ്, ആദില ചതിച്ചതാണെന്ന് പറയുന്ന അനുമോൾ. ജിഷ്ണും അപ്പാനിയും അടക്കമുള്ള റീ എൻട്രി അനുമോളോട് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട് ഇതിലൊന്നും വീണ് പോകരുത്, ഫൈനൽ ഡേ ആകാറായി, ഉള്ള ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ. ലക്ഷ്മി ഞാൻ മാനിപ്പുലേറ്റ് ആകാറില്ല, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാറുള്ളൂ എന്ന് കണ്ണാടി നോക്കി പറഞ്ഞ അക്ബർ ഇതാ മാനിപ്പുലേറ്റ് ആയിരിക്കുന്നു. ആദിലയും നൂറയും ഒക്കെ അക്ബറിനെതിരെ എന്തോരം കളികൾ കളിച്ചിട്ടുണ്ട്. ആ അക്ബർ ആദിലയും നൂറയും അക്ബറിൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ സംസാരിച്ചപ്പോൾ അക്ബറിൻ്റെ കൂടെ നിന്നപ്പോൾ അക്ബർ അവർ വിശ്വസിക്കുന്നു. എന്തൊരു മണ്ടനാണ് അക്ബർ. പുറത്ത് വന്ന എപ്പിസോഡ് കാണുമ്പോൾ അക്ബറിന് സത്യം മനസ്സിലാവും. ഇതുവരെ എപ്പിസോഡൊന്നും കാണാത്ത അപ്പാനിയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അനീഷിനും അക്ബറിനും ഇന്ന് കണ്ണാടി നോക്കി സംസാരിക്കുന്ന സെഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും നന്നായി പെർഫോമൻസ് ചെയ്തു. ഇന്നത്തെ അനുമോളുടെ കരിച്ചിൽ വോട്ടായി മാറുമോ? ഏതായാലും ആദില കാലുവാരിയത് അനുമോൾക്ക് ഗുണമായിട്ടുണ്ട്. ആദിലയും നൂറയും പുറത്ത് നന്നായി നെഗറ്റീവായിട്ടുണ്ട്. നൂറയുടെ വോട്ടിംഗ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നൂറ മിക്കവാറും പുറത്താകാനുള്ള ചാൻസ് ഇന്ന് കാണുന്നുണ്ട്. അനുമോളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുന്ന ലക്ഷ്മി കുറേ കാര്യങ്ങൾ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഗാനമേളയും പിന്നെ അത്താഴ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും യാത്ര തിരിച്ചു പോയി. ബിഗ് ബോസ് സ്പീഡ് 6 പേരിലേക്കായി ചുരുങ്ങി. ആരാണ് കപ്പടിക്കുക? അനീഷാണോ അത് അനുമോളോ? ഇവരിൽ രണ്ടുപേരുമായിട്ടാണ് വോട്ടിൻ്റെ ഒരു കറക്കം. റീ എൻട്രികൾ വന്നത് ശരിക്കുമാണ് അനുമോൾക്ക് ഗുണകരമായി. അവരെല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞത് അനുമോൾക്ക് നന്നായിട്ട് വോട്ടിങ്ങിൽ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മത്സരമാണ് അനീഷും അനുമോളും തമ്മിലുള്ളത്. ആരാണ് ജയിക്കുക? നാളെ അറിയാം. നാളെയാണ് ഫൈനൽ ഡേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി? അനീഷോ അതോ അനുമോളോ? അനീഷ് ഒരു വിജയം അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അനുമോൾക്കെതിരെയുള്ള ചില ആളുകളുടെ പ്രകടനങ്ങൾ അനുമോൾക്ക് മുൻതൂക്കം നേടിക്കൊടുത്തിട്ടുണ്ട്.